രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ദുരിതം സമ്മാനിച്ച് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. ലിഫ്റ്റുകൾ പലതും കേടായതിനാൽ രോഗികൾക്ക് പടികൾ കടന്ന് കയറേണ്ട ഗതികേടാണ്. മാസങ്ങളായി കേടായി കിടക്കുന്ന ഈ ലിഫ്റ്റുകൾ നന്നാക്കാൻ നടപടിയെടുക്കാതെ ആരോഗ്യവും. റിപ്പോർട്ടിലേക്ക് ആദ്യം. ആരോഗ്യ കേരളത്തിന് അഭിമാനമെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് 8 നിലകളിലായി ഉയർന്നു നിൽക്കുന്ന കെട്ടിടം. നേരെ അകത്തേക്ക് പ്രവേശിച്ചാൽ നീണ്ട ഒരു ക്യൂ കാണാം. മരുന്ന് വാങ്ങാനായി ഫാർമസിക്ക് മുൻപിലുള്ള നിൽപ്പല്ലിത്. 8 വരെയുള്ള നിലകളിലെത്താൻ രോഗികളും കൂട്ടിരിപ്പുകാരും ലിഫ്റ്റിന് മുമ്പിൽ കാത്തു നിൽക്കുകയാണ്. ഞങ്ങളെത്തിയ ഉച്ചയ്ക്ക് 12 മണിക്ക് 2 ലിഫ്റ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രോഗികൾക്കായി എഴുതി വെച്ച മറ്റു 2 ലിഫ്റ്റുകൾ പ്രവർത്തനരഹിതവും. തൊട്ടപ്പുറത്തായി 2 ലിഫ്റ്റുകൾ അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ടിരിക്കുന്നു. രോഗികളും കൂട്ടിരിപ്പുകാരും മാസങ്ങളായി നിലകൾ കയറി ഇറങ്ങി അങ്ങനെ കഷ്ടപ്പെടുകയാണ്. ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ ഞങ്ങൾ വീണ്ടും എത്തി. മണിക്കൂറുകൾക്ക് മുൻപ് 2 എണ്ണം പ്രവർത്തിച്ചെടുത്ത് ഇപ്പോൾ 1 ലിഫ്റ്റ് മാത്രം. 7ാം നിലയിലുള്ള രോഗിയെ കാണാൻ ലിഫ്റ്റിന് മുമ്പിൽ 10 മിനിറ്റ് നേരം കാത്തിരിക്കേണ്ടി വന്നു. എനിക്കില്ലേ ഇവിടെ ഒരു സാധാരണക്കാരന് ഒരു കംപ്ലൈൻറ്റ് അതോറിറ്റിയുടെ നമ്പറൊന്നും ഇവിടെ ഇല്ല, ഒന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഒടുവിൽ ലിഫ്റ്റിനുള്ളിലേക്ക് കയറി. അരണ്ട വെളിച്ചത്തിൽ ലിഫ്റ്റിനുള്ളിൽ എത്ര പേരുണ്ടെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല, അത്ര തിരക്കാണ്. തിരക്കു കാരണം രോഗികളടക്കമുള്ളവർക്ക് ലിഫ്റ്റിൽ കയറാനുമാകുന്നില്ല. ലിഫ്റ്റിന് അറ്റകുറ്റപ്പണി നടക്കുന്നിടം പൊടി നിറഞ്ഞ അവസ്ഥയിലാണ്. ശ്വാസകോശ രോഗം ബാധിച്ചവർ പോലും സമീപത്തായുണ്ട്. ഇവിടുത്തെ അവസ്ഥ വളരെ ദയനീയമാണ്. എല്ലാ കാര്യങ്ങളും വളരെ പോക്കാണ്. ആ തരത്തിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ഇവിടുത്തെ രീതികൾ അതാണ്. കാരണം രോഗികളെയൊക്കെ ഇങ്ങനെ ഈ പൊടി പടലത്തിൽ നിന്ന് ശ്വാസം മുട്ടുന്ന ആൾക്കാരെല്ലാം എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. മെഡിക്കൽ കോളേജിൽ വൈദ്യുതി മുടങ്ങിയാൽ 1 മിനിറ്റ് നേരം ഇരുട്ടിൽ കഴിയണം. ഒരു മാസം മുൻപ് സ്ഥാപിച്ച 2 ലിഫ്റ്റുകൾ ഇടിമിന്നലേറ്റ് കേടായി. ലിഫ്റ്റുകൾ നന്നാക്കുന്നതിലെ കാലതാമസമാണ് പ്രതിസന്ധി രൂക്ഷമാക്കുന്നത്. അതേസമയം മെഡിക്കൽ കോളേജിലെ 9 ലിഫ്റ്റുകളിൽ 5 എണ്ണവും പ്രവർത്തിക്കുന്നുണ്ടെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ കേരളത്തിലാണ് ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെഡിക്കൽ കോളേജ്. നമ്പർ 1 ആക്കിയില്ലെങ്കിലും അത്യാവശ്യം സൗകര്യമെങ്കിലും കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കണ്ണൂരിൽ നിന്നും ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്. ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമായ ഒരു കേന്ദ്രത്തിലെ മനസ്സ് മടിപ്പിക്കുന്ന രോഗികളെ നരകയാതനയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു റിപ്പോർട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. ഒരു മികവിൻ്റെ കേന്ദ്രമാകേണ്ട ഒരു ആതുരാലയത്തിൽ മാസങ്ങളായിട്ട് ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ എവിടെയാണ് ഈ അധികൃതരുടെ ആ ഒരു ജാഗ്രത? ആരോടാണ് ഇവരുടെ പ്രതിബദ്ധത? ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ ആരോഗ്യമന്ത്രി ഇടപെടുമെന്ന് കരുതിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ സർക്കാരിൻ്റെ സമക്ഷത്തേക്ക് വയ്ക്കുന്നത്. ഈ റിപ്പോർട്ട് കണ്ട് ഇവിടെ പറയുന്ന ആളുകളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ, രോഗികളുടെ കഷ്ടതയൊക്കെ കണ്ട് മനസ്സിലായിക്കൊണ്ട് ഇക്കാര്യത്തിലൊരു നടപടി ഉറപ്പാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കുകയാണ്. ഡോക്ടർ സുരേന്ദ്രനാഥ് ആരോഗ്യ പ്രവർത്തകൻ, കെ ബ്രിജേഷ് കുമാർ DCC ജനറൽ സെക്രട്ടറി, ഒപ്പം രോഗിയുടെ കൂട്ടിരിപ്പുകാരൻ എന്നിവരെ ബിജുവിനെ ടെലിഫോൺ ലൈനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ സുരേന്ദ്രനാഥ്, കാരണം നാളുകൾ ഏറെയായി ഇങ്ങനെയാണ് അവസ്ഥയെങ്കിൽ
എന്താണ് ഒരു പരിഹാരം അവിടെ ഉണ്ടാകാതെ പോകുന്നത്? ഒരു ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മെഡിക്കൽ കോളേജ് പോലെയുള്ള ഒരു വളരെ വിപുലമായിട്ടുള്ള ഒരു ആരോഗ്യ സംവിധാനത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് സാധാരണക്കാർക്ക് പോലും അറിയാവുന്നതാണ്. അപ്പോൾ ആ ജാഗ്രത കണ്ടുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിൽ, ശ്രീ സുരേന്ദ്രനാഥ്? ാണ് ഇപ്പോൾ ഫിലിക്സ് റിപ്പോർട്ട് അവിടെ പോയി എടുത്ത ഞങ്ങളുടെ പ്രതിനിധി ഫിലിക്സ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഫിലിക്സ്, എന്താണ്? കാരണം മാസങ്ങളായി അവിടെ ലിഫ്റ്റ് മുടങ്ങുന്നു, പുതിയതായി വെച്ച ലിഫ്റ്റ് പോലും മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് പിഴവ്? പ്രതീഷ്, നമ്മൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ സൂപ്രണ്ട് വ്യക്തമാക്കുന്നത് പുതിയ ലിഫ്റ്റ് പണിത് പൂർത്തിയാക്കി 1 മാസത്തിനുള്ളിൽ തന്നെ ഈ ലിഫ്റ്റ് ഇടിമിന്നലേറ്റ് 2 ലിഫ്റ്റ് കേടായി എന്നതാണ് പറയുന്നത്. അങ്ങനെ ഈ മെഡിക്കൽ കോളേജും ആരോഗ്യ വകുപ്പും ഈ ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ടു. പക്ഷെ അവർ ഇത് നന്നാക്കി തരാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുകയാണ് ആരോഗ്യ വകുപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ ലിഫ്റ്റ് നന്നാക്കാൻ ഈ പറയുന്ന കമ്പനി തയ്യാറാകുന്നില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് അതിവേഗം കിടക്കേണ്ടത്. കാരണം കണ്ണൂർ ജില്ല മാത്രമല്ല, കാസർഗോഡ്, കണ്ണൂർ, വയനാട് തുടങ്ങിയ ജില്ലകളിലെ ആളുകൾ, പ്രത്യേകിച്ചും സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജാണ് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം സാധാരണക്കാരായ രോഗികൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ് അത്യാവശ്യമായ ലിഫ്റ്റ് സംവിധാനം പോലും ഇല്ലാത്തത് എന്നതാണ്. അതായത് ഏറെ നേരം 15 മിനിറ്റ് നേരം ഒരു ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ. അപ്പോൾ പ്രത്യേകിച്ചും ഹൃദ്രോഗികളായവർ അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യമുള്ള രോഗികൾ, അവർക്കൊന്നും തന്നെ ഡോക്ടർമാരുടെ അടുത്ത് കൃത്യസമയത്ത് എത്താൻ, കൺസൾട്ട് ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച, ഈ നടക്കാൻ പോലും വയ്യാത്ത ആളുകൾ സ്ട്രക്ചറിൽ അവർ ഇങ്ങനെ ലിഫ്റ്റ് ഇല്ലാത്തത് മൂലം നടന്ന് പുറത്തേക്ക് ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ അവർക്കുണ്ട്. ഇത് ഏറെ നാളത്തെ പ്രശ്നമാണ്. ഇത് മാസങ്ങളായി ഇത്തരത്തിൽ ലിഫ്റ്റ് കേടാവുകയും അത് സംബന്ധിച്ച് പരാതി പറയുകയും ചെയ്തെങ്കിലും പൂർണ്ണമായും ഇതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം ഈ പരിഹാരം മെഡിക്കൽ ശരി, ഫിലിക്സ് സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചോളം നമുക്ക് പരിഹരിക്കാൻ ഉണ്ട്. താളം തെറ്റിയ അവസ്ഥയെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് അവിടെ ബോധ്യപ്പെട്ട കാര്യങ്ങൾ. ഡോക്ടർ സുരേന്ദ്രനാഥിന്റെ കണക്ഷൻ റെഡിയായി എന്ന് വിശ്വസിക്കുന്നു. ശ്രീ സുരേന്ദ്രനാഥ്, താങ്കൾക്ക് കൂടി അറിവുള്ള കാര്യമാണെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത്? ലിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ആശുപത്രിയെ സംബന്ധിച്ചോളം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ്. ആയിരക്കണക്കിന് രോഗികൾ നരകയാതന അനുഭവിക്കുന്ന സമയത്ത് ലിഫ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നേരത്തെയും അനാസ്ഥകൾ ഉണ്ടായതായി പറയപ്പെടുന്നുണ്ട്. താങ്കൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്താണ്, ശ്രീ സുരേന്ദ്രനാഥ്? ഡോക്ടർ കേൾക്കാമെങ്കിൽ പറഞ്ഞോളൂ. ഡോക്ടർ സുരേന്ദ്രനാഥ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ പറയാം. കേൾക്കാമോ ഞാൻ പറയുന്നത്? കെ ബ്രിജേഷ് കുമാർ കൂടി അല്പസമയത്തിനകം ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു, DCC ജനറൽ സെക്രട്ടറി. ബ്രിജേഷ്, കണക്ഷൻ റെഡിയാണോ? ഫെലിക്സിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നത്. ഫെലിക്സ്, എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ? പ്രതീക്ഷ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇത് നാളുകളായുള്ള പ്രശ്നമാണ്. പക്ഷെ അത് പരിഹരിക്കാൻ ഇതുവരെയും കഴിയുന്നില്ല എന്നതാണ്. സാധാരണക്കാർ രോഗികൾ ദിനപ്രതി എത്തുന്ന ഒരു മെഡിക്കൽ കോളേജിൽ ഈ OP-യിലേക്കും മറ്റു വാർഡുകളിലേക്കും ഒക്കെ തന്നെ രോഗികൾക്ക് കയറി പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഒരു മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നത് അത് എത്രയും വേഗം പരിഹരിക്കേണ്ട ഒരു വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര ലാഘവ ബുദ്ധി അല്ലെങ്കിൽ ലാഘവത്തോടെ ഇത്തരം കാര്യങ്ങളോട് ആരോഗ്യവകുപ്പ് സമീപനം സ്വീകരിക്കുന്നതെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയാൽ, മെഡിക്കൽ കോളേജിൽ വൈദ്യുതി പോയി കഴിഞ്ഞാൽ, മുടങ്ങിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1 മിനിറ്റ് നേരം മുഴുവൻ ഇരുട്ടാണ്. പ്രത്യേകിച്ചും ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ആളുകളെ കാണാൻ പോലും കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. വൈദ്യുതി വന്നു കഴിയുമ്പോൾ മാത്രമാണ് പൂർണ്ണമായും വെളിച്ചത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. ഫിലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ കണ്ണൂർ മെഡിക്കൽ കോളേജിന്റെ ശോച്യാവസ്ഥയാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ആരോഗ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉടൻ തന്നെ അവിടുത്തെ രോഗികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. നേരത്തെ സൂപ്രണ്ട് അടക്കം അവരുടെ പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ തേടിയിരുന്നു. എന്തായാലും ഇടയ്ക്കിടയ്ക്കുണ്ടാകുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉടനുണ്ടാകും എന്നാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ, ഈ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സൂപ്രണ്ട് അടക്കം
നിവേദനമൊക്കെ നൽകിയതുമാണ് ഈ വിഷയത്തിൽ. മറ്റ് റിപ്പോർട്ടുകളിലേക്ക് പോകാം.